തൃശൂർ ഒല്ലൂർ ചീരാച്ചി വളവിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നിർത്തിയിട്ട 2 കാറുകൾക്ക് മുകളിലാണ് മരം വീണത്. വാഹനത്തിൽ ആളുകളില്ലാത്തതിനാൽ ദുരന്തം ഒഴിവായി. കെ അഖിൽ വിവരങ്ങളുമായി. അഖിൽ, തൃശ്ശൂരിലെ പൊതുസ്ഥിതി എന്താണ്? കാര്യമായ മഴ പെയ്യുന്നുണ്ടോ? അവിടെ മറ്റ് പ്രദേശങ്ങളിലും ഈ പറഞ്ഞുള്ള ഗതാഗത പ്രശ്നമോ വെള്ളക്കെട്ടൊക്കെ ഉണ്ടോ? ഈ സംഭവം എന്താണ്? നിഷാദ, തൃശ്ശൂരിൽ മഴ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ്. കാര്യമായ മഴ തൃശ്ശൂരിന്റെ പല മേഖലകളിലും പെയ്യുന്നുണ്ട്. കടലാക്രമണവും മറ്റ് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളോ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ശക്തമായ കാറ്റും മഴയുമാണ് തൃശ്ശൂരിന്റെ പല മേഖലകളിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒല്ലൂർ ഭാഗത്ത് ഇത്തരത്തിൽ റോഡരികിൽ നിന്നിരുന്ന കടപ്പുറങ്ങി വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത്. വഴിയിൽ നിർത്തിയിട്ട് 2 കാറുകൾക്ക് മുകളിലേക്കാണ് ഈ മരം വീണത് എന്നുള്ളതാണ്. അതിന്റെ 2 കാറുകളുണ്ട്. പക്ഷേ ഈ വാഹനത്തിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. ഈ ഒരു കാറിന് കാര്യമായ കേടുപാട് സംഭവിച്ചിട്ടില്ല. മറ്റൊരു കാറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മരത്തിനടിയിലാണ് ഈ കാറുകളൊക്കെ തന്നെ 2 കാറുകൾ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ഗതാഗതം നിലവിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. ചീരാച്ചി വളവിൽ എന്നതിലൂടെ ഈ ഒല്ലൂർ ഭാഗത്തു കൂടെ എറണാകുളത്തേക്ക് പോകുന്ന പ്രധാന പാതയാണ്. അവിടെ വലിയ തോതിലുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കാരണം റോഡിന് പൂർണ്ണമായും ഈ മരം കടപുഴങ്ങി വീണിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ഈ സമയം വരെയായിട്ട് 11ഓളം വീടുകൾക്കാണ് നിലവിൽ ഈ ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. ഒരു വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ശക്തമായ മഴയിലും കാറ്റുമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത് അപേക്ഷിച്ചാൽ മറ്റ് നാശനഷ്ടങ്ങളോ ഗുരുതരമായ പ്രശ്നങ്ങളോ തൃശ്ശൂർ ജില്ലയിൽ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും മഴ തുടരുക തന്നെയാണ് നിഷാദ്. ശരി.